റാം നാരായൺ രാം. പ്രകൃതി ജന്മസഹജമായ വലിയവരാണ് എപ്പോഴും ശ്രദ്ധിച്ചു നോക്കുന്നത്. അതായത് 40 ലക്ഷം പേർ ഉണ്ടെന്ന് കണക്കാക്കിയാൽ അവരിൽ നിന്ന് അവർ 10,000 ആളുകളെ ചേരാനും തീരുമാനിച്ചു. അവർ എവിടെ എടുത്തെടുക്കണം എന്ന് ആലോചിക്കാറുണ്ട്. ആരൊക്കെ സ്നേഹമാണ്, പ്രണയം മാത്രമാണ്, മറ്റൊന്നും ഇല്ല, അവരെ മാത്രമാണ് അവർ പാത്രത്തിനു പോലുള്ള രീതിയിൽ വലിച്ചു കൊണ്ടുപോകുന്നത്. ഈ സന്ദേശവഹികൾ സാധാരണമായ പ്രവർത്തനങ്ങളിൽ തന്നെ ഒരു കാരണത്തെ ഉണ്ട്. അതിലൂടെ ഇരുവരും തമ്മിൽ തർക്കം തുടങ്ങുന്നു, അവഗണന ഉണ്ടാക്കുന്നു. ഇവിടെ പണമെടുത്തുക, ജോലി, ഗൈർഗാർലുകൾ എന്നിവയിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്നു. പക്ഷേ അവർ പർവ്വതങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പെൺകുട്ടി അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ പണമുള്ള വ്യക്തി തെറ്റായ ധാരണകൾക്ക് അവസരം നൽകുന്നില്ല. അവർ മറ്റൊരു വഴിയും അന്വേഷിക്കുന്നു. ഇത് നടക്കുന്നു എപ്പോൾ അവർ ഒരു വ്യക്തിയോട് പ്രണയം പുലർത്തുമ്പോൾ. അവരുടെ പ്രണയം കാണുന്നതോടെ മറ്റ് 40 പേർക്ക് സാനക്ഷൻ ലഭിക്കുന്നു. എന്നാൽ സന്ദേശവഹികൾ അവരുടെ കൈക്കൂലി വയ്ക്കുന്നില്ല. അവർ ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യമാക്കുന്നു. ആ 40 പേർക്ക് സാനക്ഷൻ ലഭിക്കുന്നത് അവരിൽ ദൈവിക ശക്തി ഉപയോഗിക്കുന്ന ശേഷിയില്ല. സാധാരണ സംഭവങ്ങളിലൂടെ, ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നാൽ സന്ദേശവഹികൾ കണ്ടു. ഇത് പറയുന്നത് എല്ലാ കാര്യങ്ങളും മാറ്റും. യഥാർത്ഥ സംഭവങ്ങൾ വഴിയേ മാത്രമാണ് അവരുടെ പ്രവർത്തനം നടക്കുന്നത്. കാര്യങ്ങളിൽ എല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇവിടെ ഒന്നും നിലനിൽക്കാത്ത സമയത്ത് അതിൻ്റെ സ്ഥിരതയെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിൽ പ്രയോജനമില്ല. ഇവിടെ പ്രണയത്തിൽ പോലും സ്ഥിരതയില്ല. ശാസ്ത്രവിചാരത്തിൽ ദൈവമായ പ്രകൃതിയിൽ ദൈവമായവർക്ക് ഈ കാര്യങ്ങൾ ആവശ്യമായിട്ടില്ല.